ഡൽഹിയിൽ അവർ കടന്നു കയറി ചെങ്കോട്ടയിൽ ദേശീയ പതാകയ്ക്ക് പകരം ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തി. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇന്ത്യ ഓൾസോ. മഹാത്മാഗാന്ധിയുടെ മെത്തേഡ് അധികാരം പിടിച്ചെടുക്കാനുള്ളൊരു മെത്തേഡാണ്. ഇന്ത്യൻ പട്ടാളം ഒരു പട്ടാള വിപ്ലവത്തിന് മുതിരാത്തത് പട്ടാളത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ്. RSSനെ പ്രതീക്ഷിച്ച് ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ RSSന് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ എപ്പോഴും മനസ്സിലുണ്ട്. TG, ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ സംഭവിച്ചത് നമ്മൾ കണ്ടു. അവിടെ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നു. അവിടുത്തെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കാൻ പ്രക്ഷോഭം ഉണ്ടാക്കുക. അന്ന് നേരത്തെ TG പറഞ്ഞിരുന്നു, ഈ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ഇനി ശ്രമിക്കുന്നത് ഇതിനൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു, വരാൻ പോകുന്ന അപകടങ്ങൾ. അപ്പോൾ ബംഗ്ലാദേശിലാണ് അങ്ങനെ ഒരു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഷെയ്ഖ് ഹസീന അവിടുന്ന് രക്ഷപ്പെടുന്നു, പട്ടാളം അധികാരമേൽക്കുന്നു. തുടർന്ന് ഉണ്ടായ കലാപങ്ങൾ എന്ന് പറയാൻ പാടില്ല, കൂട്ടക്കൊല. നിരവധി ഹിന്ദുക്കളെ ഉൾപ്പെടെ ഇപ്പോഴും കൊല ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുന്നു. അപ്പോൾ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചില കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത് അടുത്തത് ഇന്ത്യ എന്നുള്ളതാണ്. ഇത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടയാൻ കഴിയുമോ? ഇത് ഇതുവരെ നടപ്പാകാത്തത് ഒന്ന്, ഇന്ത്യ ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. പിന്നെ ഇന്ത്യ വളരെ വലുതാണ്. അപ്പോൾ അവരുടെ ഡിസൈൻ അവർ നടപ്പിലാക്കിയ സ്ഥലങ്ങളാണ് മാൽദീവ്സ്, ശ്രീലങ്ക ഡീസ്റ്റെബിലൈസ്ഡാണ്. ജിഹാദികളുടെ കയ്യിലേക്ക് പോയിട്ടില്ല. പക്ഷേ ശ്രീലങ്ക കടം കയറി മുടിഞ്ഞ് ആകെ നാശമായി. പിന്നെ അപ്പുറത്ത് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിംസ് ഇതേ കാര്യം നോക്കി അവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി. മ്യാൻമറിലെ ഒടുവിൽ മ്യാൻമർ രക്ഷയില്ലാതെ ഇവരെ അവിടെ നിന്ന് തുരത്തി. ഇവർ ബേസിക്കലി ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ബംഗ്ലാദേശിലേക്കാണ് ആദ്യം കയറിയത്. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യയിലാണ്. ജമ്മുവിൽ 40,000 റോഹിംഗ്യ മുസ്ലിംസുണ്ട്. കേരളത്തിൽ റോഹിംഗ്യ മുസ്ലിംസിനെ മാലയിട്ട് സ്വീകരിച്ചു തിരുവനന്തപുരം എയർപോർട്ടിൽ. സോഷ്യൽ മീഡിയ മാത്രം അതിന് പ്രചാരം കൊടുത്തു. അവരെ സ്വീകരിച്ചത് എന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞിട്ടൊരു സ്വാമിയൊക്കെ ചേർന്നാണ് അവരെ സ്വീകരിച്ചത്. 4-5 റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ടായിരുന്നു. കേരളത്തിലിപ്പോൾ നല്ലൊരു ശതമാനം റോഹിംഗ്യൻ മുസ്ലിംസാണ്. അപ്പോൾ അവർ ISIS ഒക്കെ ഖൊറാസാൻ എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, അത് ഭാരതത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് അവരുടെ ഖൊറാസാൻ. അപ്പോൾ പാകിസ്ഥാൻ അവരുടെ കയ്യിലാണ്, മാൽദീവ്സ് അവരുടെ കയ്യിലാണ്, ശ്രീലങ്ക അവരുടെ കയ്യിലല്ലെങ്കിലും ഏത് നിമിഷവും കയറാം എന്നുള്ള സ്ഥിതിയാണ്. മ്യാൻമറിൽ വിമത വിഭാഗം യുദ്ധം ചെയ്ത്, അവിടുത്തെ പട്ടാള ഭരണമില്ല, യുദ്ധം ചെയ്ത് ഒരു ഭാഗം മ്യാൻമറിൻ്റെ അവരുടെ കയ്യിലാണെന്ന് അവരവകാശപ്പെടുന്നു. മ്യാൻമർ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും സ്ഥിതി വളരെ കുഴപ്പത്തിലാണ് മ്യാൻമർ. പിന്നെ നമ്മൾ കറങ്ങാൻ വരുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളും ഇതുപോലെ അൺസ്റ്റേബിളാണ്. സ്റ്റേബിളായിട്ട് കഷ്ടിച്ച് നിൽക്കുന്നത് ഭൂട്ടാനാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ കഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അടുത്തത് ഇന്ത്യയാണ്. ഈ രാജ്യങ്ങളിലൊക്കെ ഗസ്വായെ ഹിന്ദ് നടപ്പിലാക്കുക. ഗസ്വായെ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മാത്രമല്ല, ഹിന്ദു, ജൈന, സിഖ്, ബൗദ്ധ സകല വിഭാഗങ്ങൾ, അമുസ്ലിം എന്നാണ് ആ ഹിന്ദിനെ അവർ കൊടുത്തിരിക്കുന്ന അർത്ഥം. ഗസ്വായെ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ തീർത്ത് കളയുക എന്ന് മാത്രമല്ല, മുസ്ലിം അല്ലാത്തവരെയെല്ലാം, ക്രിസ്ത്യാനികളെ അടക്കം, ക്രിസ്ത്യൻ, പാഴ്സി, ജൂതൻ ഇതിലെല്ലാം പെടും. ക്രിസ്ത്യാനികൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾക്കിതിലൊന്നും പങ്കൊന്നുമില്ല, ഇതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നം. അങ്ങനെയൊന്നുമല്ല. ബംഗ്ലാദേശിലിപ്പോൾ എൻ്റെ അറിവിൽ ഈ പുറത്തു വന്ന വാർത്തകളനുസരിച്ച് 7 പള്ളികൾ തകർത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കുറവാണ് അവിടെ. ഉള്ള പോപ്പുലേഷൻ വലിയ കഷ്ടത്തിലാണ് ബംഗ്ലാദേശിൻ്റെ. അടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ 1-2 തവണ അവരത് ട്രൈ ചെയ്തു. അതാണ് ആദ്യത്തെ കർഷക സമരം
നമ്മളുടെ CAA സമരം, ഷാഹീൻ ബാഗ് എത്ര കാലം ആ മെയിൻ റോഡ് അടഞ്ഞു കിടന്നു, എത്രയോ കാലം അടഞ്ഞു കിടന്നു. സിംഗു ബോർഡർ അടഞ്ഞു കിടന്നു. ഡൽഹിയെ അവർ ശ്വാസം മുട്ടിച്ചു. ഡൽഹിയിൽ അവർ കടന്നു കയറി ചെങ്കോട്ടയിൽ ദേശീയ പതാകയ്ക്ക് പകരം ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തി. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇന്ത്യ ഓൾസോ. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതാവ്, സുപ്രീം കോടതി വക്കീലുമാണ് അദ്ദേഹം, സൽമാൻ ഖുർഷീദ് പറഞ്ഞു, മക്കളെ, ഇന്ത്യയിൽ ഇത് നടക്കാൻ പ്രയാസമാണ്, വളരെ പതുക്കെ നടക്കുകയുള്ളൂ, കാരണം ഇന്ത്യയുടെ സൈസ് അങ്ങനെയാണ്. ബംഗ്ലാദേശിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറീസയേക്കാൾ ചെറുതാണ് ബംഗ്ലാദേശ്. ഒറീസ എനിക്ക് തോന്നുന്നു 1,68,000 സ്ക്വയർ കിലോമീറ്ററാണ് ഒറീസ. ബംഗ്ലാദേശ് 1,34 അങ്ങനെ എന്താണ്. ഒറീസയേക്കാൾ ചെറുതാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഭാരതത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കലാപരിപാടി വിജയിക്കാൻ വലിയ പ്രയാസമാണ്. ഒരുപാട് അധ്വാനിക്കണം. പ്ലസ് ഹിന്ദു ഭൂരിപക്ഷമായിട്ടും നിൽക്കുന്നു. ബംഗ്ലാദേശിൽ മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു, അതുകൊണ്ട് എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. ഇതിൻ്റെ വേറൊരു രസം, ബംഗ്ലാദേശിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മുഹമ്മദ് യൂനിസ്, അങ്ങേരെ ഏത് ജനാധിപത്യം വഴി വന്നയാളാണ്, ഏത് തെരഞ്ഞെടുപ്പിലൂടെ വന്നയാളാണ്. പക്ഷേ അയാളെയാണ് അമേരിക്ക, ഇംഗ്ലണ്ട് ഒക്കെ പിന്തുണയ്ക്കുന്നു. അവരൊക്കെ വലിയ ജനാധിപത്യവാദികളാണ്. പക്ഷേ ഇയാൾ അധികാരത്തിൽ വന്ന വഴി ഏതാ? ഈ ഷെയ്ഖ് ഹസീന സ്ഥലം വിടണമെന്ന് പറഞ്ഞു, അവരുടെ വീട്ടിലേക്ക് കയറി അവരൊരു കണക്കിന് പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ കയറിയിരിക്കുകയാണ് ഈ ആശാൻ. എന്നിട്ട് അയാൾ ജനാധിപത്യത്തെ ചൊല്ലി ആണയിടുന്നു. അത് ലോകരാഷ്ട്രങ്ങൾ പുകഴ്ത്തുന്നു. അപ്പോൾ എവിടെ വരെ എത്തി നോക്കുക. ജനാധിപത്യത്തിലൂടെ വരുന്ന മോദി സർക്കാർ അത് ഇല്ലെജിറ്റിമേറ്റ് ആണെന്നും, ഉന്തും തള്ളും അടിപിടിയും കൊലപാതകവും നടത്തി അധികാരത്തിൽ വരുന്നവൻ ജനാധിപത്യവാദിയാണെന്നും ഒരു ഇക്വേഷൻ കൊണ്ടുവരിക, അത് എല്ലാവരും അങ്ങ് വിഴുങ്ങുക. അതിനെ എതിർക്കാനോ ചോദിക്കാനോ ആരും ഇല്ലാതെയാവുക. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ തുടങ്ങിയതല്ല. 1973 ഈ സായിപ്പന്മാർ ഒരു ആലോചനയുണ്ടായി. ഈ ഭാരതം കയ്യിൽ നിന്ന് പോയി, സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ വിചാരിച്ചു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കോമൺവെൽത്തിലെ മെമ്പറൊക്കെയാണ്, ഇംഗ്ലണ്ട് വഴിയിട്ട് നല്ല സന്തോഷത്തിൽ കഴിയുന്നവരാണ്. ബട്ട് സായിപ്പന്മാരങ്ങനെ വിടുന്നവരല്ല. അവരിത് റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ ഇവരെ അട്ടിമറിക്കാം. മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഫൾക്രം. മഹാത്മാഗാന്ധിയുടെ മെത്തേഡ് അധികാരം പിടിച്ചെടുക്കാനുള്ളൊരു മെത്തേഡാണ്. മഹാത്മാഗാന്ധിക്ക് ഇത് നമുക്കെതിരെ ഉപയോഗിക്കാമെങ്കിൽ നമുക്കിത് മഹാത്മാഗാന്ധിക്കെതിരെയും ഉപയോഗിക്കാം, ഈ ആയുധം, നോൺ വയലൻസ്. അപ്പോൾ 198 മെത്തേഡ്സ് ഓഫ് നോൺ വയലൻറ്റ് റെജീം ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ജീൻ ഷാർപ്പ് എന്നൊരാൾ പുസ്തകം എഴുതി. അതിൽ 198 മാർഗങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നടന്നതും, മുല്ലപ്പൂ വിപ്ലവം, സിറിയയിൽ, ഈജിപ്തിലൊക്കെ നടന്നതെല്ലാം ഈ ജീൻ ഷാർപ്പിൻ്റെ 198 പോയിൻറ്റ്സിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ അങ്ങേര് പറയുന്നുണ്ട്, കർഷക സമരം നിങ്ങൾക്കൊരു സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗിക്കാം. നോൺ വയലൻ്റ് എന്നൊക്കെ ഉള്ളത് മഹാത്മാഗാന്ധിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് അയാൾ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള സമരപരിപാടി മുഴുവൻ വയലൻസാണ്. അപ്പോൾ കർഷക സമരം ഉപയോഗിക്കാം. CAA വെച്ചിട്ട് റിലീജിയസ് രീതിയിൽ ഒരു സർക്കാരിനെ അറ്റാക്ക് ചെയ്യാം. എന്തിന്? പബ്ലിക് ഡിസ്റോബിങ്. നമ്മളുടെ ആ അലൻസിയർ എന്ന് പറഞ്ഞ സിനിമാ നടൻ കോഴിക്കോട് മറ്റോ തുണിയുരിഞ്ഞ് കാണിച്ചില്ലേ, ആ മെത്തേഡ് പോലും ജീൻ ഷാർപ്പിൻ്റെ മെത്തേഡാണ്. അലൻസിയർ അറിഞ്ഞ് ചെയ്തതോ അതോ അലൻസിയറെ അറിയാവുന്ന അയാളെ കൊണ്ട് ചെയ്യിച്ചതോ എന്ത് വാങ്ങിക്കോട്ടെ, ജീൻ ഷാർപ്പിൻ്റെ ആണ് ഈ പബ്ലിക് ഡിസ്റോബിങ് എന്നുള്ള പരിപാടി. ഇത് മണിപ്പൂരിൽ ചെയ്തിരുന്നു. സ്ത്രീകൾ പട്ടാളത്തെ തുണിയുരിഞ്ഞ് കാണിച്ചിരുന്നു, റേപ്പസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പബ്ലിക് ഡിസ്റോബിങ് അതൊരു ഷോക്കിംഗ് മെത്തേഡ് ഓഫ് ഇതാണ്, സമരമാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിൽ നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. പലതവണ അവർ നടത്തിയിട്ടുണ്ട്. അത് ചീറ്റിപ്പോയി എന്നേ ഉള്ളൂ. ചീറ്റിപ്പോയതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിലെ ഈ ഹിന്ദു ഭൂരിപക്ഷമാണ്. വായിച്ച് നോക്കൂ, ഇന്ത്യൻ പട്ടാളം ഒരു പട്ടാള വിപ്ലവത്തിന് മുതിരാത്തത് പട്ടാളത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ്.
ഇന്ത്യൻ ബ്യൂറോക്രസി പറഞ്ഞാൽ കേൾക്കാതെ തിരിഞ്ഞു നിൽക്കാത്തത് അതിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ്. ഇന്ത്യൻ പബ്ലിക് ഒരു പരിധി വിട്ട് വയലൻ്റായിട്ടുള്ള സമരത്തിന് പോകാത്തത് അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടാണ്. ഇതെല്ലാം ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ് ഈ ഭാരതം നിലനിൽക്കുന്നുള്ളതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ മുമ്പിൽ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, മറ്റേത് രാജ്യത്താണെങ്കിലും ഒരു പട്ടാള വിപ്ലവത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. ഈ 90കളിൽ നമ്മൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇട്ട് കളിച്ച കളിയുണ്ടല്ലോ, VP സിംഗ് പോവുക, ചന്ദ്രശേഖർ വരിക, പിന്നെ വരിക, ഗുജറാൾ വരിക, ദേവഗൗഡ വരിക, എന്തൊക്കെ എന്നിട്ടും ഇന്ത്യൻ പട്ടാളത്തെ ഏത് പട്ടാളത്തെയും മോഹിപ്പിക്കുന്നൊരവസരമാണ് ലെറ്റ് us ടേക്ക് ഓവർ ദ കൺട്രി. ബട്ട് നമ്മുടെ പട്ടാളക്കാരത് ചെയ്തില്ല. അത് നമ്മുടെ ഭരണഘടന അവിടെ ഉള്ളത് കൊണ്ടോ പട്ടാളത്തിൻ്റെ ഘടന ഇങ്ങനെ ആയതുകൊണ്ടോ ഒന്നുമല്ല, അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടാണ്. ഇപ്പോൾ സംഭവിച്ചത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ നിരന്തരം ഈ അഗ്നിവീർ പദ്ധതിയെ എതിർത്തില്ലേ. അതേസമയം കേരളത്തിലെ ജമായത്തുകൾ എന്താ ചെയ്തത്, കേരളത്തിന് പുറത്തും ഇങ്ങനെ ചെയ്തു. അവർ എല്ലാ പള്ളികളിൽ നിന്നും ഈ അഗ്നിവീർ പദ്ധതിയിൽ ചേരാനുള്ള ഫോം വിതരണം ചെയ്തു. പരസ്യമായിട്ട് സർക്കുലർ ഇറക്കി, അത് പബ്ലിക് ഡൊമൈനിൽ വന്നു. അവർ പറഞ്ഞു എല്ലാവരും ഈ പദ്ധതിയിൽ ചേരണം, നമ്മളുടെ പ്രൊപ്പോർഷൻ ഇൻ ദ ആർമി അത് കൂട്ടേണ്ടത് ആവശ്യമാണ്, മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്, മുസ്ലിങ്ങൾക്ക് കയറാൻ എളുപ്പവഴി ഇതാണ് എന്ന് പറഞ്ഞ് അഗ്നിവീർ പദ്ധതിയെ അകത്തുകൂടെ പോപ്പുലറാക്കി. പുറത്ത് ഭയപ്പെടുത്തി ഹിന്ദുക്കളെ, സിഖുകാരെ ഇവരെ എല്ലാം പേടിച്ചിട്ട് അഗ്നിവീറിൽ പോയാൽ എന്തോ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തി ഇവർ കയറിപ്പോയി. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെന്തോ ഒരു സ്വർഗത്തിൽ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നു. ഇറ്റ് ഈസ് ക്വയറ്റ് പോസിബിൾ. ഇന്ത്യയിൽ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ആർമി, അതായത് കൂടുതൽ പേരും പറയുന്നത് മറ്റുള്ളിടത്ത് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വയലൻസ് നടത്തുന്ന സമയത്ത് പട്ടാളം അവർക്കൊപ്പം നിൽക്കുമായിരിക്കാം, പക്ഷേ ഇന്ത്യൻ ആർമിയുടെ സ്വഭാവം അതല്ല എന്നുള്ളതാണ്. വന്നാൽ അത് നേരിടാൻ അറിയാം എന്നാണ് പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങൾ ഓരോന്നായിട്ട് അവർ കുറച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അഗ്നിവീർ പദ്ധതിയിൽ അവരുടെ ആൾക്കാരെ അവർ വ്യാപകമായിട്ട് കയറ്റിവിടാൻ ശ്രമിച്ചത്. കയറിയോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, ബട്ട് അവരുടെ ശ്രമം അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ പ്രൊപ്പോർഷൻ പട്ടാളത്തിൽ കൂടി വരിക, ഒരു ക്രിട്ടിക്കൽ മാസ് എത്തിക്കഴിയുമ്പോൾ പിന്നെ പട്ടാളത്തിൽ അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടും. ഭൂരിപക്ഷം കിട്ടണമെന്നില്ല, നിങ്ങൾക്കൊരു നിർണായക ന്യൂനപക്ഷം കിട്ടിയാൽ മതി. ഭൂരിപക്ഷം പലപ്പോഴും ഉണ്ടാവാറില്ല, ബട്ട് നിർണായക ന്യൂനപക്ഷം, ഡോമിനൻ്റ് മൈനോറിറ്റി എന്ന് പറയും അതിന്. ഡോമിനേറ്റ് ചെയ്യുന്നൊരു മൈനോറിറ്റി. നമ്മുടെ കല്യാണപ്പന്തലിൽ കണ്ടിട്ടില്ലേ, ഒരു ചെറിയ അസ്വസ്ഥ അനുഭവപ്പെട്ടു നോക്കുക, ഇല തികഞ്ഞില്ല അല്ലെങ്കിൽ വിളമ്പി തികഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു മൈനോറിറ്റിയാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. 1-2 പേര് എണീറ്റ് നിൽക്ക് ബഹളം വയ്ക്കുക ചേട്ടനെ കൊണ്ട് ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് നിയന്ത്രണം ഏറ്റെടുക്കും. എണ്ണത്തിൽ കുറവാണ്, പക്ഷേ അയാൾക്ക് ആ സാമർഥ്യമുണ്ട്. ഡോമിനൻ്റ് മൈനോറിറ്റി എന്ന് പറയുന്നതിന് ആ മൈനോറിറ്റിക്ക് മറ്റുള്ളവർ കീഴടങ്ങും. ശരി എന്താ വൈദ്യുതി ഇങ്ങനെ ഇരിക്കുന്നു, അല്ല ആ ചേട്ടൻ വന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ചേട്ടനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നും, അയാൾ താൻ ആരോടോ ഒന്ന് തിരിച്ച് ചോദിക്കില്ല. ഇതൊക്കെ ഒരു മോബിൻ്റെ സൈക്കോളജിയാണ്. ആൾ കൂടിക്കഴിയുമ്പോൾ അതിനകത്ത് ഡോമിനൻ്റ് മൈനോറിറ്റി അവരുടെ പവർ കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഡോമിനൻ്റ് മൈനോറിറ്റി ആവുക, അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ പട്ടാളത്തെ മാറ്റിമറിക്കാൻ അവർ വിചാരിച്ചാൽ സാധിക്കും. രണ്ടാമത്തെ ഒരു തടസ്സം RSSനെയാണ് പറയുന്നത്. RSSന് കഴിയുമോ ഈ ഒരു വിഷയത്തെ നേരിടാൻ? കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും കഴിയണം. കാരണം RSSനെ പ്രതീക്ഷിച്ച് ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർ ഈ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റം അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവരുടെ പാർട്ടിയിലൊക്കെ. അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഇവരുടെ വിചാരം മൂച്ചെടുത്താൽ ഞാൻ RSSൽ ചേരും. ഒരു ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ഇയാൾ ഉറങ്ങാൻ കിടക്കും. ഇതാണ് സംഭവിക്കുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. RSS ഈ എല്ലാവരുടെയും ഒരു അവസാനത്തെ അഭയമാണ്, ആശ്രയമാണ്. ഇത് RSS മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് സമൂഹത്തിൽ ഇത് സംഭവിക്കുന്നു. ആൾക്കാർ സ്വരം താഴ്ത്തി, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ RSS പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇയാളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എന്ന് പിറുപിറുക്കും, ഹഷ് വോയിസിൽ സംസാരിക്കും.
ഇതൊക്കെ ആർ എസ് എസിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അവർ പ്രകടമായിട്ട് ആർ എസ് എസിൽ വരില്ല, വന്നാൽ ചാണകസംഖ്യ എന്ന് വിളിക്കപ്പെടുമല്ലോ എന്നുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ കൊണ്ട് അവർ വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ മനസ്സുകൊണ്ട് അവർ ആർ എസ് എസിനെ ഒരാശ്രയമായിട്ട് കാണുന്നു. അപ്പോൾ ആർ എസ് എസ് തീർച്ചയായിട്ടും അവസരത്തിനൊത്ത് പെരുമാറും, അവസരത്തിനൊത്ത്, അല്ലാതെ ചാടിക്കേറി എന്തെങ്കിലും ചെയ്യുന്ന സ്വഭാവക്കാരല്ല ആർ എസ് എസ്സുകാർ. ഇത് ഞാൻ വ്യക്തമായിട്ടിത് പറയാൻ കാര്യം, ഈ രാമജന്മഭൂമി പ്രശ്നം നടന്നില്ല. അന്ന് ഞാൻ ചേർത്തലയിലാണ് താമസം. അന്ന് അവിടുത്തെ ഒരു സ്കൂളിൽ, ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളിൽ എനിക്ക് അറിയിപ്പ് കിട്ടി, സേതുവേട്ടൻ മറ്റന്നാൾ വരുന്നുണ്ട്, സ്വയം സേവകരെല്ലാം അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഓ, എല്ലാവരും വന്നു. ഒരു 8 വയസ്സുകാരൻ മുതൽ 75 വയസ്സായ ആൾ വരെയുണ്ട്. സ്കൂളിൽ നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാർ, ഒറ്റ മൈക്ക്. അപ്പോൾ സേതുവേട്ടൻ പറഞ്ഞു, ഒരു നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം വിളിച്ചാൽ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ച് വരാൻ ആരുണ്ടാവും എന്നൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ രാമജന്മഭൂമി സമരം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഈ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് മൊത്തം. അപ്പോൾ കേരളത്തിലും തീർച്ചയായിട്ടും അതിൻ്റെ അനുരണനങ്ങളുണ്ടാവും. ഭീകരമായ പ്രസംഗങ്ങൾ നമ്മളുടെ സുകുമാർ അഴീക്കോട്, MN വിജയനൊക്കെ അങ്ങനെ രാമനെ അറുത്തു മുറിക്കുക, സീതയെ അറുത്തു മുറിക്കുക, വലിയ അവർ രണ്ടുപേരും കൂടെ, MN വിജയനും സുകുമാർ അഴീക്കോടും സാംസ്കാരിക രംഗത്ത് ഏറ്റവും അധികം പോക്കൃത്തരം പറഞ്ഞത് ആ പീരീഡിലാണ്. രണ്ടുപേരും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും ഉത്സാഹിച്ചും നമ്മളുടെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുമല്ലോ, IPC 120 അല്ല, IPC 34 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഓപ്പണായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടം ചേരുക. ഈ IPC 34 പെടുന്ന കുറ്റമാണ് MN വിജയനും സുകുമാർ അഴീക്കോടും കൂടെ അന്ന് സാംസ്കാരിക രംഗത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ ഒരു സർപ്രൈസ് മീറ്റിംഗ് RSSൻ്റെ അത് വിളിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലുമായിരുന്നു. സോ ദ മെസ്സേജ് വാസ് വെരി ക്ലിയർ. ക്രിസ്ത്യൻ സ്കൂള് അത് ഹോസ്റ്റ് ചെയ്യുന്നു RSSൻ്റെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് 48 മണിക്കൂറിൻ്റെ ഇതേ നോട്ടീസേ കൊടുത്തിരുന്നുള്ളൂ. എന്നിട്ടാണ് 8 മുതൽ 75 വയസ്സ് വരെയുള്ള ആളുകൾ ഹാജരായിരിക്കുന്നത്. അപ്പോൾ രാമജന്മഭൂമിയെ പറ്റി സേതുവേട്ടൻ ഒരു ബ്രീഫ് വിവരം എല്ലാവർക്കും കൊടുത്തു. വേറെ ഒന്നുമല്ല, നിങ്ങളൊന്ന് കാണാനായിട്ട് വിളിപ്പിച്ചതാണ്. ഓരോരുത്തരുടെയും വീട്ടിൽ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് എന്നെ ഒന്ന് കാണട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് നിങ്ങളെയും കാണാം, നിങ്ങൾക്ക് എന്നെയും കാണാം. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനിച്ചു. സോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ RSSന് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ എപ്പോഴും മനസ്സിലുണ്ട്. അത് പ്രത്യേകിച്ചൊരു അതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടിരിക്കേണ്ട കാര്യം RSSനില്ല. ഓൾവേസ് ആ പ്ലാൻ മനസ്സിലുണ്ട്, ഓരോ സ്വയം സേവകൻ്റെയും മനസ്സിലുണ്ട്. അത് ഒരു വിസിൽ, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ഒരു മിസ് കോൾ, ഒരു വാട്സാപ്പ് മെസ്സേജ്, ഇതിൽ നിന്ന് സ്വയം സേവകനായ മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ ശാഖയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനിതിൻ്റെ സിഗ്നൽ മനസ്സിലാവും. സോ ഈ ഹിന്ദു സൊസൈറ്റി അനാഥമാണ്, അങ്ങനെയൊക്കെ തോന്നേണ്ട ഒരു കാര്യമില്ല. ഈ ഇവൻച്വാലിറ്റി എല്ലാം മനസ്സിലുണ്ട്. ബട്ട് അനാവശ്യമായിട്ട് നമ്മളൊരു പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യരുത്. അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ദോഷമായിട്ട് വരും. ഇപ്പോൾ മോഹൻജി ഭാഗവത് പറയണമെന്ന് വെച്ചോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വ്യാപകമായിട്ട് കൊല്ലപ്പെടുന്നു, ഇത് കണ്ടു നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ പോട്ടെ, ബംഗ്ലാദേശിലെ സംഭവം എന്തായിരിക്കും? അവരുടെ പ്രാണനല്ലേ. അപ്പോൾ എന്നെ ഒരാൾ, ബംഗ്ലാദേശിലെ ഒരാളിന് വേണ്ടിയിട്ട് വേറൊരാളെന്നെ വിളിച്ചിരുന്നു, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കുക, ബംഗ്ലാദേശിലെ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ താമസിക്കുന്ന ആ ഏരിയ, അതിൻ്റെ പ്രധാന ആളിൻ്റെ പേരും എനിക്ക് തരിക. ഇയാൾ തന്നില്ല. കാരണം അവർ താമസിക്കുന്നിടത്ത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ബംഗ്ലാദേശിലെ ഏതോ ഉൾപ്രദേശത്താണ്. ഒന്നാമത് ഈ നമ്മളെ പോലത്തെ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിലില്ല, ഉണ്ടാവാനും സാധ്യതയില്ല. ഇപ്പോൾ ഓൾറെഡി ചെറുതാണ്, ഞാൻ പറഞ്ഞത് ഒറീസയേക്കാൾ ചെറുതാണ്. അതിനെ പിന്നെ സംസ്ഥാനമായിട്ട് ഉപയോഗിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സംസ്ഥാനങ്ങളിൽ വേറെ വേറെ ആളുകൾ അധികാരത്തിലിരിക്കുന്നു, കേന്ദ്രത്തിൽ ഒരാൾ അധികാരത്തിലിരിക്കുന്നു. ആ ആളിൻ്റെ പാർട്ടി പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട്. ആ ആളിൻ്റെ ബദ്ധശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരും പല സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പറേഷൻ, ഒരു സിംഗിൾ പോയിൻ്റ് ഓപ്പറേഷൻ നടത്താൻ പ്രയാസമാണ്. ഒരു കാര്യം ചെയ്താൽ പിണറായി വിജയൻ എതിർക്കും, എന്നാൽ വേറൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സ്റ്റാലിൻ എതിർക്കും, മൂന്നാമതൊന്ന് ചെയ്യാമെന്ന് വെച്ചാൽ BJP എതിർക്കും, നാലാമതോ അപ്പം മമതാ ബാനർജി എതിർക്കും, എന്നാൽ പോട്ടെ അഞ്ചാമത് ചെയ്യാമെന്ന് ശിവസേന എതിർക്കും. ഇവിടെ ഒരു കാര്യം നമുക്ക് യൂണിഫോമായിട്ട് നടപ്പാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് നടപ്പാക്കിയെടുക്കാൻ പറ്റുന്നത് ദേശീയ കാഴ്ചപ്പാടുള്ള RSSന് മാത്രമാണ്. ആ ഒരു സംഘടനയ്ക്ക് മാത്രമേ ഈ സംസ്ഥാനങ്ങൾ ബാധകമല്ലാതെ അവരുടെ സംസ്ഥാനങ്ങൾ, അവരുടെ പ്രാന്ത സെറ്റപ്പൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് അതിൻ്റെ പോക്ക്, പാരലായിട്ടുള്ളൊരു പോക്കാണ്. അതുകൊണ്ട് അവരെ ഇത് ബാധിക്കുന്നില്ല. ഈ മുകളിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കലമില്ല, ബഹളം, ഇതൊന്നും തന്നെ അടിസ്ഥാനത്തിലുള്ള അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന RSSനെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഹിന്ദുക്കളെല്ലാവരും പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു റോളുണ്ട്, ഓരോ ഹിന്ദുവിനും ഒരു റോളുണ്ട്. തൽക്കാലം ഈ പറയുന്ന പോലെ ഇതിനെ ചൊല്ലി വല്ലാതെ വിഷമിക്കാതിരിക്കുക. ഈ കിംവദന്തികളൊക്കെ പരത്തിയിട്ട് അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു, കാലിൽ കെട്ടിത്തൂക്കി. ശരിയാണ്, കാലിൽ കെട്ടിത്തൂക്കി കുറച്ച് പേരെ. അതിൽ പലവിധ പൊളിറ്റിക്സുണ്ട്. ഈ അവാമി ലീഗുകാരെയും അവർ തല്ലിക്കൊല്ലുന്നുണ്ട്. അവർ തമ്മിലും കുറേയധികം കോൺഫ്ലിക്റ്റ് ഉണ്ട്. 1971 അവരുടെ സ്വാതന്ത്ര്യ സമരം എന്ന് അവർ വിചാരിക്കുന്ന അതിൻ്റെ സേനാനികളുണ്ട്. അവരുടെ മക്കൾക്ക് ഇപ്പോൾ 50ഉം 55ഉം ഒക്കെ പ്രായമായി, അവരൊക്കെ തടിമാടന്മാരായിട്ട് നിൽക്കുന്നു. അവരും ഇവരും തമ്മിൽ, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ജമായത്തെ ഇസ്ലാമിയും തമ്മിൽ വഴക്കുണ്ട്. ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് ഓവർ റിയാക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല.